യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സങ്ങളൊന്നുമില്ലാതെ ജനം എല്ലാവരും കൂടി വരുവാടിയായി തരട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവപ്പാ നന്ദി, യേശുപ്പാ നന്ദി, യേശുപ്പാ നന്ദി. യേശുവേ രാജാവേ സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ ഈ ഞായറാഴ്ച ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് പറയുന്ന കർത്താവേ, വിശുദ്ധന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കർത്താവിനെ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന സാവകാശത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ ദയയ്ക്കായി, അങ്ങയുടെ വിശ്വസ്തതകൾക്കായി, അങ്ങയുടെ നന്മകൾക്കായി, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായി എല്ലാം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയുടെ ആമേൻ ആ സൗഭാഗ്യം ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ വലിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ദൈവമേ ഞങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യം അരുളുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ ഹല്ലേലൂയ, ഞങ്ങൾ കൂടി വന്നത് ദൈവമേ ഏറ്റവും അനുഗ്രഹവും വിടുതലുമായി തരട്ടെ. ഞങ്ങൾക്ക് തന്നെ ഒന്ന് കണ്ടുവരുവാൻ കർത്താവെ സ്തോത്രം, ആത്മീയമായി കൂടുതൽ അടുത്തു വരുവാനൊക്കെ ഞങ്ങൾക്ക് കഴിയുന്ന ആമേൻ അങ്ങനെയുള്ള സാഹചര്യം ഒരുങ്ങുന്ന ഒരു അനുഭവമായി ഇത് തീരട്ടെ കർത്താവേ. ദൈവമേ, ഞങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ. ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന, ഞങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോവാൻ ഇടയായി തരണമേ കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ പാടി ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ നാമം ഉയർത്തപ്പെടട്ടെ കർത്താവേ. ഇവിടെ അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടുവാൻ ഇടയായി തരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ദൈവമേ, ഞങ്ങൾക്ക് സ്തുതിക്കുവാൻ വാതുറന്നങ്ങേ ആമേൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് ബലപ്പെടുത്തണമേ കർത്താവേ. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം ഹല്ലേലൂയ സ്തോത്രം, സ്തുതി സ്തോത്രങ്ങളാൽ പൊങ്ങി വരുവാൻ ഇടയായി തരട്ടപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ആത്മാർത്ഥമായി കർത്താവിന് സ്തുതിക്കുവാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ കർത്താവേ. അഭിഷേകത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടട്ടെ അപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ പാടി ആരാധിക്കുന്ന ഈ ദേശത്തിന് വിടുതലും സൗഖ്യമായി തരണമേ. ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഈ അഭിഷേകത്തിൻ്റെ ശക്തി ആ ഭവനാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇടയായി തരണമേ കർത്താവേ. അവർക്കും പാപബോധം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അങ്ങ് മാനിച്ചനുഗ്രഹിക്കണമേ കർത്താവേ. ഇനി കൂട്ടി വരുത്തുവാനുള്ളവരെ എത്രയും വേഗം കൂട്ടി വരുത്തിക്കാട്ടെ. പ്രാർത്ഥനയാചനയും കെട്ടക്കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാവുന്ന പാട്ട് പഠിക്കത്താൻ ഹല്ലേലൂയ. പാടുക നീ എന്നും
ഒരുക്കിയല്ലോ കുറവൈരിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ മേശ നമുക്കൊരുക്കിയല്ലോ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്തു
ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ. അങ്ങയുടെ സ്വഭാവം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ ആരാധനയെ കൈക്കൊള്ളണമേ അപ്പാ. ഞങ്ങളുടെ ആരാധനയെ സ്വീകരിക്കണമേ അപ്പാ. ഹല്ലേലൂയ. Glory, 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 glory. അപ്പാ, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് 145-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. Psalm 145, 145-ാമത്തെ സങ്കീർത്തനം. Psalm 145, 145-ാമത്തെ സങ്കീർത്തനം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവൻ്റെ മഹിമ അഗോചരമത്രേ. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവ എല്ലാവർക്കും നല്ലവൻ. തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യപ്രവൃത്തികളും അവൻ്റെ രാജത്വത്തിന് തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് നിന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു. നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളിലും ദയാലുവുമാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. അവസാനത്തെ 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ തന്നെ സ്നേഹിക്കുന്നവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എൻ്റെ വായ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും എൻ്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് വരുത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവമായ രാജാവേ സ്തോത്രം. രാജാവെന്ന് പറയുന്നത് ആമേൻ, നമ്മളെല്ലാവരും വീട്ടിലായാലും ഒരു ഓർഡറിന് വേണ്ടിയാണ് നമ്മളൊരു ഫാമിലി റിലേഷൻഷിപ്പും ഒക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു രാജ്യമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ രാജ്യത്തിനൊരു ഓർഡർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന ആൾ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ രാജാക്കന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ഓട്ടോക്രാറ്റ്സ് ആയിരിക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഭരിക്കും. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് നീതി എന്ന് പറയുന്ന അവരുടേതാ നീതി. ഒരു രാജാവ് ഭരിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും രാജ്യത്തിന് ഓർഡർ ഉണ്ടാവാൻ ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീതിമാന്മാരായ രാജാക്കന്മാരില്ലാതെ വന്നതുകൊണ്ടാണ് ഡെമോക്രസിയൊക്കെ ഉണ്ടാകേണ്ടി വന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ് ഈ രാജാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രാജാവ് ആമേൻ നീതിയുള്ള, ന്യായം നടത്തുന്ന, എല്ലാവർക്കും ഒരുപോലെ നീതി നടത്തുന്ന ഒരു രാജാവാണ്. അതാണ് ഈ രാജാവിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ രാജ്യത്തിൽ വലിയ ഓർഡർ ഉണ്ടായിരിക്കും. ആ ഓർഡർ വളരെ മനോഹരമായ ഓർഡർ ആയിരിക്കും. അതിനകത്തിൽ അനീതിയില്ലാത്ത ആമേൻ സ്തോത്രം ഡിക്ലറേഷനും ഒക്കെ വരും. പ്രൈസ് ദി ലോർഡ്. ഡിക്രീസ് ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ പറയുന്നത്, എൻ്റെ ദൈവമായ രാജാവേ ഞാൻ നിന്നെ പുകഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. Forever
ഐ വിൽ പ്രൈസ് യുവർ നെയിം ലോർഡ്. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ പുകഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ആമേൻ. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകും. ഒത്തിരി കാരണങ്ങളുണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ. ഇവിടെ നിൽക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിൽ ആമേൻ നീതി കിട്ടാതിരുന്ന സാഹചര്യങ്ങളിൽ അനീതി വന്നപ്പോൾ നീതിയെ മറിച്ച് കളഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും കർത്താവാണ് നമുക്ക് വേണ്ടി ഒരു ആശ്രയമായി, ഒരു ഹോപ്പിൻ്റെ തുരുത്തായിട്ട് വർത്തിച്ചത്. സങ്കീർത്തനക്കാരനും ആ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമാഗോചരമത്രേ. കണ്ണുകൊണ്ട് കണ്ട് തിട്ടപ്പെടുത്താൻ പറ്റാത്തതുപോലെ വലിയ മഹിമയുള്ളവൻ, ഗ്ലോറി വഹിക്കുന്നവൻ, ആ ദൈവത്തെ നമ്മൾ ആരാധിക്കാനായിട്ട് വന്നേക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ഗ്ലോറി അണിഞ്ഞിരിക്കുന്നവൻ, അവനെ നമ്മൾ സ്തുതിക്കാനായിട്ട് വന്നേക്കുക. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവർത്തികളെ പ്രസ്താവിക്കും. താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. പ്രിയ ദൈവമക്കളെ, നമ്മളവിടെ നിൽക്കുന്നത് കർത്താവിൻ്റെ അവദാനങ്ങളെ സ്തുതിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സ്തുതി എത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ളതാകുമോ അത്രയും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനിടയായി തരും. നമ്മുടെ ആരാധനയിൽ കർത്താവിന് ഇഷ്ടം തോന്നണം. നമ്മളിവിടെ വന്നിരുന്ന് ആമേൻ സ്വന്തം തണുത്ത് വിറങ്ങലിച്ച ഒരു സാഹചര്യമൊക്കെയാണ്, അതൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്തുതി പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ കർത്താവ് നമ്മളെ മാനിക്കുവാനിടയായി തരും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനിടയായി തരും. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നമ്മളുടെ ഉള്ളിൽ കത്തുന്നൊരു പ്രത്യാശ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വർദ്ധിച്ചു വരുവാനിടയായി തരും. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യാശയുടെ ഫ്യുവൽ എന്ന് പറയുന്നത് പ്രൈസിങ് ടു ദ ലോർഡ്, ദൈവത്തെ ആരാധിക്കുക. നമ്മൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ എന്നിട്ട് വീണ്ടും അദ്ദേഹം പ്രസ്താവിക്കുകയാണ്, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. കർത്താവ് തൻ്റെ പ്രവൃത്തിയിൽ കരുണയുള്ളവനാണെന്നാണ് പിന്നെ പറയുന്നത്. യഹോവേ, നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. ആമേൻ. കർത്താവിന് തൻ്റെ പ്രവൃത്തികളോടെല്ലാം കരുണയുള്ളവനാണ്. നമ്മൾ വിചാരിക്കുക, അയ്യോ എന്നോട് കർത്താവിന് കരുണയില്ലയോ? എന്നാൽ ദൈവവചനം പ്രസ്താവിക്കുകയാണ്, കർത്താവിന് തൻ്റെ സകല പ്രവൃത്തികളോടും കരുണയുണ്ട്. കരുണയില്ല എന്ന് നിനക്ക് തോന്നുന്നതാണ്. ആമേൻ. കർത്താവിന് നിന്നോട് കരുണയുണ്ട്, നിന്നോട് ദയയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രന്മാരുടെ വീര്യപ്രവൃത്തികൾ അവൻ്റെ രാജത്വത്തിന് തേജസ്സുള്ള മഹത്വം പ്രസ്താവിക്കേണ്ടത്. അവർ നിൻ്റെ രാജത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി നിൻ്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ രാജത്വത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാനും സംസാരിക്കാനുമാണ് വന്നിരിക്കുന്നത്. നിങ്ങളത് സംസാരിക്കണം. നിങ്ങളുടെ നാവിൽ നിന്ന് ആ കർത്താവിൻ്റെ മഹിമ, ആമേൻ, ആ മഹിമ സ്തുതി അങ്ങനെ പുറപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളിലും ദയാലുവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. 17ാമത്തെ വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഇതിനകത്തിൽ ആത്മാർത്ഥതയോടെ സിൻസിയറായിട്ട് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ പ്രോമിസാണ്, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. ബട്ട് ഓൺലി വൺ കണ്ടീഷൻ. ഹല്ലേലൂയ. യു നീഡ് ടു സീക്ക് ദി ലോർഡ് വിത്ത് സിൻസിയർ ഹാർട്ട്. ആമേൻ. ഹൃദയം പരമാർത്ഥമായിരിക്കണം. ആ പരമാർത്ഥമായ വിളിയിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്, ഞാൻ നിങ്ങളുടെ ക്ലോസായിട്ട് നിങ്ങളുടെ തൊട്ടടുത്ത് ഞാൻ വന്നു നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആമേൻ, തകർന്നു പോകാതിരിക്കുക, താളടിയായി പോകാതിരിക്കുക, വിശ്വാസ ജീവിതത്തിൻ്റെ ശോധനകൾ
അതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് രക്ഷിക്കാനുള്ളത് ചിലപ്പോൾ സാമ്പത്തിക കെടുതി കൊണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കർത്താവിൻ്റെ കരം നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് മാറി നിൽക്കത്തില്ല കേട്ടോ. നിങ്ങളുടെ ഒരു രോഗമാണ് നിങ്ങളുടെ ഹോപ്പിനെ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ കർത്താവിൻ്റെ കരം നിങ്ങൾ കാണും. ആ പ്രതിസന്ധിയിൽ കരകയറാൻ ആവശ്യമായ ദൈവകൃപ നിങ്ങളുടെ മേൽ അമിതമായി കർത്താവ് പകർന്നു തരും. കർത്താവ് എല്ലാവർക്കും വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവരുടെ സമീപത്തേക്ക് കടന്നു വരുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. യഹോവ നിന്നെ സ്നേഹിക്കുന്നവരെയും തന്നെ സ്നേഹിക്കുന്നവരെയും പരിപാലിക്കും. സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വായ് കർത്താവിൻ്റെ സ്തുതിയെ പ്രസ്താവിക്കട്ടെ. ഇന്ന് ഈ പകലിൽ നമ്മൾ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് നമ്മൾ പ്രസാദിക്കുവാനിടയായിത്തീരും. ആത്മാർത്ഥമായ സ്തുതി സ്തോത്രങ്ങൾ നമ്മളിൽ നിന്ന് പോകട്ടെ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. പ്രൈസ് ജീസസ്. Deserve the glory, the honor and the praise. Lord Jesus, this song is forever yours. 1,000 hallelujahs, 1,000 more. Who else would die for our redemption? Whose resurrection means our rise. There isn't time enough to sing of all you done, but I have eternity to try. With 1,000 hallelujahs, we magnify your name. You alone deserve the glory, the honor and the praise. Lord Jesus, this song
This song is forever yours. 1,000 hallelujahs, 1,000 more. With 1,000 hallelujahs, we magnify your name. You alone deserve the glory, the honor and the praise. Lord Jesus, this song is forever yours. 1,000 hallelujahs, 1,000 more. 1,000 hallelujahs, 1,000 more. We are magnifying his name because he is worthy to be praised. Hallelujah. And the singer is singing that the creation is longing to cry out. Praise the Lord. കർത്താവിനെ സ്തുതിക്കാനായിട്ട്, കർത്താവിനെ പാടി ആരാധിക്കാനായിട്ട് ഈ ക്രിയേഷൻ മൊത്തം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ ആരാധന എൻ്റെതാണ്, ഞാനാ ആരാധിക്കുന്നത്. ബിക്കോസ് എനിക്ക് ഒത്തിരി കാരണങ്ങളുണ്ട് എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ. And you have many reasons to worship the Lord. Hallelujah. Amen, 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 amen. നമ്മൾ കർത്താവിനെ സ്തുതിച്ച് തുടങ്ങുമ്പോൾ, ആമേൻ, ഇതിനകത്ത് ദൂതന്മാർ നമ്മളോടൊപ്പം കർത്താവിനെ സ്തുതിക്കാനായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. കർത്താവിന് നമ്മളുടെ സ്തുതി ഒത്തിരി ഇഷ്ടമാണ്. ഹല്ലേലൂയ. Amen. Praise the Lord. 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 Hallelujah. നമ്മുടെ സ്തുതിയുടെ ഹല്ലേലൂയ ശക്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി 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 ഗ്ലോറി. Glory, praise the Lord. Hallelujah. Praise the Lord. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇതിനകത്തോട്ട്. He might be very less in numbers, but the Spirit of the Lord is moving in this place. Hallelujah. പരിശുദ്ധാത്മ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്നിട്ട്, സകലതും നിങ്ങൾ മറന്നിട്ട്, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ എല്ലാം മറന്നിട്ട് കർത്താവിനെ സ്തുതിച്ചാണ്. We need to magnify his glorious name. Hallelujah. കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ നാമം എത്ര വലുതാണ് കർത്താവേ, നിന്റെ നാമം എത്ര ശക്തമാണ് കർത്താവേ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Praise the Lord. ഇത്രയും തണുപ്പുണ്ടായിട്ടും നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് കർത്താവിൻ്റെ കൃപയാണ്. ഒത്തിരി പേര് രോഗികളായിട്ടും ഒക്കെ ഭാരപ്പെടുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളുടെ ഉള്ളിൽ കത്തുന്ന ഒരു അഗ്നി ഉണ്ടല്ലോ. ആമേൻ. മാതാപിതാക്കൾ പലരും ഇവിടെ ഇന്ന് കണ്ടു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. മൈനസിലായി ഈ പ്രദേശം മൈനസ് ഡിഗ്രിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന ഒരു അഗ്നിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ കൂടി ആരാധിക്കാനായിട്ട് വന്നത്. ഈ അഗ്നി ക്ഷീണിച്ച് കറക്കുന്നവരുടെ മേളിലോട്ട് പെയ്തിറങ്ങണം. നമ്മൾ കൂടി വന്നത് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയാണ്, കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നമ്മൾ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നത്. യേശുവിനെ കാണുന്നത്, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്. ആ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ നമ്മൾ മതി മറന്ന് കർത്താവിനെ സ്തുതിക്കാൻ ഇടയായിത്തരും. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഹല്ലേലൂയ തകർന്നു പോകാതിരിക്കുന്നത് ആരാധന നമ്മളിൽ, സ്തുതികളൊക്കെ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മളെ ആമേൻ പിടിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പാട്ടുകളെല്ലാം നമ്മൾ ആത്മാർത്ഥതയോടെ പാടണം. ഹൃദയം കർത്താവിൽ അർപ്പിച്ച്, ആമേൻ, മനസ്സ് കർത്താവിൽ അർപ്പിച്ച് നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം.
പരിശുദ്ധൻ ഓ ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ഓ ദൈവം പരിശുദ്ധൻ Hallelujah. Praise the Lord. ദൈവം പരിശുദ്ധൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ We love you, Lord. We praise you. ദൈവം പരിശുദ്ധൻ You are holy, Lord. We ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളുടെ മേലെല്ലാം പകരപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദൈവിക കൃപ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ശരീരത്തിൽ ബലഹീനരാണെങ്കിലും പലരും അവൻ രോഗത്താലൊക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിലും ഹല്ലേലൂയ നിങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ഇതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ ചില ബ്രേക്ക് ത്രൂ ഇതിനകത്തിൽ നടക്കുന്നുണ്ട്. ആമേൻ. ശരീരത്തിൽ ഹല്ലേലൂയ വിടാതെ പിന്തുടരുന്ന രോഗബാധകൾ ഹല്ലേലൂയ ആമേൻ ഇതിനകത്ത് നിന്ന് മാറിപ്പോട്ടെ യേശുവയുടെ നാമത്തിൽ. ആമേൻ. സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ.
ഹല്ലേലൂയ. വിടുതലുകൾ ഇതിനകത്ത് വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ നന്ദി യേശുവേ, നന്ദി യേശുവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. ദൈവമേ, ആത്മാർത്ഥമായി അങ്ങ് സ്തുതിക്കാൻ ഞങ്ങളുടെ നാവുകളെ അങ്ങ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹൃദയത്തിന്റെ അടിത്തൊട്ടിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കാൻ ഞങ്ങളുടെ മേൽ കർത്താവിന്റെ ഹല്ലേലൂയ അളവറ്റ ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ അങ്ങ് പകരുന്നതിനായി നന്ദിയപ്പാ. Love you Jesus, love you Lord, love you Lord. ആമേൻ, 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 ആമേൻ. ഇതിനകത്ത് ദയയും കരുണയും എല്ലാം ആമേൻ ഹല്ലേലൂയ അങ്ങയുടെ ക്വാളിറ്റി ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. അങ്ങയുടെ ക്വാളിറ്റി ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. കരുണയോടെ ഇടപെടാൻ, കരുണയോടെ സംസാരിക്കാൻ ഞങ്ങളുടെ നാവുകളെ അങ്ങ് ബലപ്പെടുത്തണമേ കർത്താവേ. ഗ്ലോറി ജീസസ്. ഓ രബല ബല 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 ബബ 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 ശബ്ദരാന നൽകല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുറിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ ഞങ്ങളുടെ നാവിൽ നിന്ന് മാറിപ്പോകട്ടെ. കുത്തുന്ന വർത്തമാനങ്ങൾ ഞങ്ങളുടെ നാവിൽ നിന്ന് യേശുവയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുത്തി മുറിവേൽപ്പിക്കുന്ന ആമേൻ വാക്കുകൾ, വാചകങ്ങൾ, ആമേൻ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്ന ഹല്ലേലൂയ വാക്കുകൾ, വാചകങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഒരേ നാവിൽ നിന്ന് ഹല്ലേലൂയ കയ്പും മധുരവും ആമേൻ ഞങ്ങളിൽ നിന്ന് വരാതെ വേണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ആദരത്തെ കാക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ആദരങ്ങൾക്ക് വിശുദ്ധീകരണം, ഒരു ശുദ്ധീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉരദര രബ 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 ശബ്ദര രബൽഗര ജുഗര ലഗര ഉരദര ദര 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 ദര. എല്ലാ കോപത്തിന്റെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഒടുക്കിക്കളയുവാൻ കുടുംബങ്ങളെ ഛിദ്രിപ്പിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ ഡിസ്റെസ്പെക്ട് ആയിട്ട് അനുഭവം യേശുവിന്റെ Glory, 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 glory. സ്തുതിക്കുവാൻ ഞങ്ങളുടെ നാവുകളെ അങ്ങ് ക്വാളിഫൈ ചെയ്യണമേ കർത്താവേ. അങ്ങ് ഞങ്ങളെ ഹല്ലേലൂയ വിശുദ്ധീകരിക്കണമേ കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ അപ്പാ. Praise the Lord, praise the Lord, praise the Lord. പ്രിയ ദൈവങ്ങളെ, നമ്മളുടെ ചിന്തകളെല്ലാം കർത്താവിലേക്ക് ഒന്ന് സമർപ്പിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് അങ്ങയുടെ കൃപ വേണം കർത്താവേ. എനിക്ക് ഒത്തിരി അങ്ങയുടെ ഗ്രേസ് വേണം കർത്താവേ. എന്റെ ചിന്തകളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പലപ്പോഴും കാപട്യം നിറഞ്ഞ ചിന്തകൾ അതെല്ലാം എന്നിൽ നിന്ന് മാറിപ്പോട്ടെ കർത്താവേ. അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങൾ വിശുദ്ധരാകണമെന്നും അങ്ങയുടെ പ്രമാണമാണല്ലോ കർത്താവേ. പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ല, എന്നാൽ ഹോളി സ്പിരിറ്റിന്റെ വലിയ വ്യാപാരം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ദൈവമേ, പ്രാർത്ഥിക്കാൻ പോലും ഞങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം, ഞരക്കങ്ങളിലൂടെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരം, പലതരത്തിൽ ഞങ്ങളുടെ ഹല്ലേലൂയ സ്വത്രം സ്വത്രം കുറവുകളെ തീർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ, ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളെ അങ്ങ് ശക്തീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടറി വീഴുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ. ദിവസങ്ങളിൽ അവൻ ഇടറി വീഴുന്നവരായിട്ടല്ല, എഴുന്നേറ്റ് ഓടുന്നവരായി ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേകരെ നേടുവാൻ തക്കതുപോലെ ഞങ്ങളെ അങ്ങ് ശക്തീകരിക്കണമേ എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്ന ഗ്ലോറി ജീസസ്. നമുക്കൊരു പാട്ടോട് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇതിനകത്ത് ഹോളി സ്പിരിറ്റിന്റെ വലിയ വ്യാപാരമുണ്ട്. 3-4 പേരൊക്കെ ഉള്ളു നമ്മൾ. We are scattering, but I definitely believe ഇതിനകത്ത് ഈ empty ആയിരിക്കുന്ന
ഓരോ ചെയറിൻ്റെ അടുത്തും കർത്താവിൻ്റെ ദൂതന്മാരും കർത്താവും വന്നിട്ടുണ്ട് കേട്ടോ. I definitely believe that. Hallelujah. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇതിനകത്തുണ്ട്. ആമേൻ, 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 ആമേൻ. ഗ്ലോറി ജീസസ്. നമ്മൾ മരവിച്ചൊക്കെ നിൽക്കുകയായിരിക്കും, തണുപ്പൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. സൗഖ്യമായി രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ. സൗഖ്യമായി രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും
we love you, Jesus. We praise you, we praise you, we praise you, Jesus. Hallelujah, hallelujah, hallelujah. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. Praise Jesus. Hallelujah, 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 hallelujah. Glory, 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 glory. Praise Jesus. Praise the Lord. അപ്പാ നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. സജിത് ബ്രദർ ഇപ്പോൾ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. കർത്താവേ, സ്തോത്രം, യേശുവാ, നന്ദി യേശുവേ. ഹല്ലേലൂയ. മഹാപരിശുദ്ധ നീതിമാനുമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തിലെ കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് വിവിധ ഫലങ്ങളാൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കർത്താവിന്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥയോടെ ഹല്ലേലൂയ ആവേശത്തോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി എൻ്റെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനും ഹല്ലേലൂയ അങ്ങേക്ക് നന്ദി പറയുവാനും ഹല്ലേലൂയ സ്തുതികൾ അർപ്പിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ വലിയ സാവകാശനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. അനേകർക്ക് ഈ സാവകാശം ലഭിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു കർത്താവേ. അവിടെ ഞങ്ങളോടുള്ള ദൈവം എത്ര വലുതായിരുന്നു. ഹല്ലേലൂയ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കർത്താവിന്റെ ദൈവം ഒന്ന് മാത്രമാ. ഹല്ലേലൂയ അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രപ്പാ ഞങ്ങൾ നിൽക്കുന്ന. ഹല്ലേലൂയ എല്ലാറ്റിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിനായി സ്തോത്രം. ഹല്ലേലൂയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. സങ്കീർത്തനത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല അമ്മേ വചനങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയിലും ഭക്തിയിലും അമ്മേ ദൈവിക കൃപയിലും ആശ്രയിച്ച് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഞങ്ങളെ ഓരോ കർത്താവേ ഞങ്ങളെ വ്യക്തിപരമായി ഞങ്ങൾ ഈ നാളിലെ കർത്താവ് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ദിനംതോറും വർദ്ധിച്ചു വരുവാൻ ഓരോ ദിവസവും ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവിനോടുള്ള ആമേൻ അടുത്തു വരുവാൻ ഈ നാളുകളിൽ സഭയായി വ്യക്തികളായി കുടുംബങ്ങളായി ഞങ്ങൾ എല്ലാവരും സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കർത്താവേ. അങ്ങയുടെ വരം ഏറ്റവും ആസ്മാരിക്കുന്ന നാളിൽ ഹല്ലേലൂയ അന്യോന്യം സ്നേഹിപ്പാൻ, അന്യോന്യം കരുവാൻ, ദൈവകൃപ അമേൻ വർദ്ധിച്ചരുവാൻ, ദൈവസ്നേഹം മറ്റുള്ളവർ മുന്നിൽ വെളിപ്പെടുത്താൻ, അനേകർക്ക് അമേ ക്രിസ്തുവിന്റെ സാക്ഷികളായി നിൽപ്പാൻ നാളുകളിൽ കർത്താവേ ഞങ്ങൾ എല്ലാവരും സഹായിക്കണമേ. അതിനായിട്ട് ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നാളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ കൃപയാണ് മേൽ അധികമായി നാളിൽ പാരുടെ കർത്താവേ. ഈ ദുഷ്ടതര ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി ശക്തിയൊക്കെ ആവശ്യമായ കർത്താവേ. ഹല്ലേലൂയ ആത്മാവിന്റെ കൃപ നാൾ തോറും ദിനം തോറും ഞങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുവാൻ ദൈവസ്നേഹം ഞങ്ങളുടെ ഓരോ ദിവസം ഞങ്ങളുടെ മേൽ കർത്താവ് വെടിയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ ദൈവകൃപയാണ് കർത്താവിനെ ആരാധിക്കുമ്പോൾ ആരെങ്കിലും ഭാരത്തോടെ, ആരെങ്കിലും പ്രയാസത്തോടെ, മനോവിഷമത്തോടെ, ആരെങ്കിലും കടന്നുകൊണ്ടിൽ കർത്താവേ ദൈവിക വിടുതലും ദൈവിക സൗഖ്യവും ദൈവിക ഹല്ലേലൂയ അത്ഭുതം പ്രാപിച്ചവരായി മടങ്ങിപ്പോവാൻ കർത്താവിനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥന. ശുശ്രൂഷയുടെ ജീവിതത്തെ അനുഗ്രഹവർദ്ധമാക്കണമേ. അതിനുള്ള ജീവിതത്തിൽ ബലപ്പെടുത്തുന്നതായി തീരട്ടെ കർത്താവേ. അമ്മ അടുത്തൊരാഴ്ചക്കാലം ജീവിപ്പാൻ വേണ്ട മന്ന ഞങ്ങളുടെ മേൽത്ത് പറഞ്ഞ് കർത്താവ് ഒരു ദിവസം നടത്തണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടത് നന്ദി പറയുന്നു. അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. ഓരോ പ്രത്യാശ ഞങ്ങൾ നിറയ്ക്കണം, ആരോ തപ്പിച്ച് നന്ദി എടുക്കണം. സാർ ഞങ്ങൾക്ക് കൃഷ്ണ ജീവിച്ച യേശു കർത്താവിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ആരാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു? ലിജു മുമ്പോട്ട് പോവാം. ലിജു ആരും പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും ട്രാൻസ്ലേഷൻ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും വന്നാൽ നമ്മൾ പ്രാക്ടീസ് വേണമല്ലോ, അതിനു വേണ്ടി കൂടെ ആണ് ഞാൻ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിള്ളേർ ശ്രദ്ധിച്ചിരിക്കണം, ഓക്കെ? ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ലേഷനൂടെ പറയും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഒരു ദൈവിക ആരാധനയിൽ നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. Blessed worship, we were into the blessed worship. Praise the Lord. ഇതിൻ്റെ ബാസ് ഒന്ന് കുറയ്ക്കാമോ ജെംസി? ഈ ഫീഡ്ബാക്ക്
ക്ലിയർ ആവുന്നില്ല, ബാസ് ഒന്ന് കുറയ്ക്കാം. ഹല്ലേലൂയ. Hallelujah. നമ്മൾ കുറച്ച് പേരെ നമ്മളിപ്പം കടന്നു വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്തിൽ ദൈവാത്മാവിൻ്റെ വലിയ വ്യാപാരം ഞാൻ അനുഭവിച്ചു, നിങ്ങളെല്ലാവരും അനുഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. We are very few, but the God's Spirit was there in our midst. I don't know how many of you have experienced it, but I have experienced it. ദൈവസഭ Praise the Lord. ഏറ്റവും കർത്താവിനോട് അടുത്ത് ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. God's desire is that the church of God should be closer to God always. ദൈവവചനം ഇത്രയും ശക്തമായി പ്രസംഗിക്കപ്പെടുന്ന ഒരു സഭയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മൾ അതുപോലെ ദൈവവചനം എല്ലാ ആഴ്ചകളിലും, വളരെ ഫ്യൂ നമ്പേഴ്സാണ്, പക്ഷെ വരുന്നവർക്ക് അത് വലിയ അനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. If you ask if there is any church who is preaching so much the word of God, I won't be able to tell you, but there may be few churches, but we are having the word of God preached every time. ന്യൂ ടെസ്റ്റ്മെന്റ് 3 പ്രാവശ്യം ത്തോളം ഇതിപ്പം നമ്മുടെ ചർച്ച്, നേരത്തെ ഉള്ള ചർച്ച് തൊട്ട് 2 പ്രാവശ്യം അത് പ്രസംഗിച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മൾ 3-ാമത്തെ പ്രാവശ്യം എപ്പിസ്റ്റൽസും എല്ലാം ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. So the New Testament we have started before. I have completed 2 times. This is the 3rd time we are covering the New Testament, the epistles. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ്. Maybe this is first time for you guys. ഹല്ലേലൂയ, സ്തോത്രം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ആ ക്ലാസ്സുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് പൊക്കോണ്ടിരിക്കുക. In Thursdays, regularly we are going through those classes. ആ വചനങ്ങളൊക്കെ ഓരോന്നും വായിച്ച് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി ദൈവത്തോടുള്ള സ്നേഹമൊക്കെ എന്നിൽ അമിതമായിട്ട് വർദ്ധിക്കാറുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തോരം ചെറിയ ആളാണ്, ഞാൻ കർത്താവിൻ്റെ കൃപയ്ക്ക് എന്തെങ്കിലും അത് പ്രാപിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണോ എന്ന് പോലും പലപ്പോഴും ആ വാചകങ്ങളിലൂടെ, ആ വചനങ്ങളിലൂടെ പോകുമ്പോൾ എനിക്ക് തോന്നിപ്പോകാറ്. So when we go through those epistles, or when we go through those classes, the God's love come into me, come into us, and I was thinking that I'm nothing before God. I'm zero before God. I was thinking that whether I am eligible to get that God's grace or not. ചില സമയത്തൊക്കെ നമ്മളുടെ മാനുഷികമായ ചിന്തകൾ, മാനുഷികമായ ചില വിചാരങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാറുണ്ട്. Sometimes we fell into the humanly thinkings. നമ്മൾ വൈരാഗ്യങ്ങൾ വരാറുണ്ട്, പിണക്കങ്ങൾ വരാറുണ്ട്. We get sadness. We become very emotional sometimes. ദേഷ്യപ്പെടാറുണ്ട്. We get angry also sometimes. ഇതൊക്കെ അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ കർത്താവിൻ്റെ വചനം നമ്മളെ അനുവദിക്കുന്നില്ല. Is this acceptable if you ask me? But I would say that there is a limit for this. We cannot go beyond that limit. God's word does not allow by going beyond that. അതൊരു പരിധി ലംഘിക്കുന്നു എന്ന് നമ്മളുടെ ഇന്നർ മാൻ നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കണം. Sometimes our inner man will tell you that okay, this is crossing the threshold, or this is crossing the limit. At that time we should always go for God's grace. ആ സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹവും ആ ദൈവത്തിൻ്റെ ഫൊർഗിവ്നെസ്സും ഒക്കെ നമ്മളിൽ അമിതമായി ഇറങ്ങി വരുന്നത് നമ്മൾ മനസ്സിലാക്കും. At that moment God's grace or God's forgiveness come to us abundantly. ചിലരുടെയൊക്കെ സ്വാർത്ഥത കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. Sometimes some people become very proud. They have pride in their life. We cannot resist that. സെൽഫിഷ് നേച്ചർ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. Sometimes we may see some the selfish natures of others. We cannot bear that. ഹല്ലേലൂയ. നമ്മളും ഇതുപോലെ തന്നെ ഈ സെൽഫിഷ് നേച്ചർ നമ്മളിൽ പ്രകടമാകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ബോധപൂർവം നമ്മൾ മറക്കുകയും ചെയ്യും. Sometimes we also have that same selfish nature, but we may forget that. എന്നാൽ വേറൊരാളുടെ നമ്മളോട് സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. But somebody else, if suppose they behave selfishly to you, we may not be able to bear it.
പ്രൈസലോ കർത്താവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിലേ നമുക്കിതിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും പലപ്പോഴും അതിൻ്റെ അതിനെ ശാസിച്ച് മുന്നേറാനുമൊക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. If God's grace or God's spirit is there in our life, then only we can identify those things and we can command that spirit out, and then we can move on. നിങ്ങളോട് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതുണ്ട്, ഒരു 5 ഫാമിലി എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായ ഒരു 5 ഫാമിലി ഉണ്ടെങ്കിൽ സഭയുടെ രൂപവും ഭാവവും മാറും. I may have told this before also. You may be remembering it. If we have 5 families, who is having this control or this thing, that church will grow up. ഹല്ലേലൂയ. ചിലരുടെ സ്വാർത്ഥത കാണുമ്പോൾ പാവം വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു 5 ഫാമിലി ഉണ്ടെങ്കിൽ സഭയുടെ രൂപവും ഭാവവും മാറും. If some people are selfish, and if we have 5 families to pray for them, then that church will grow up. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മളെല്ലാവരും ടോളറൻസിന് വേണ്ടി അമിതമായിട്ട് പ്രാർത്ഥിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസവും തിരുവനന്തപുരത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ അതാണ് നിങ്ങളോട് പറഞ്ഞു. We should always pray for the tolerance. Last Thursday I was speaking about that same topic. അപാരമായ ടോളറൻസ് ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. If we don't have that much tolerance in our life, the coming days, it will be very difficult for us to. ഈ 2026 അവസാന ആഴ്ചയിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ ആരാധനാലയത്തിൽ പോലും കാണത്തില്ലായിരിക്കും. അതുപോലെ ശത്രുവായൻ പോരാടുന്ന വർഷങ്ങളായിരിക്കും മുന്നോട്ടുള്ളതൊക്കെ. We may not be coming to this church at all, because that much the Satan is trying to bring you down. നമ്മളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാനൊക്കെ പിശാച് വളരെയധികം പരിശ്രമിക്കും. Satan is trying to withdraw you back from this. അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞ ഈ 5 ഫാമിലിയുടെ നിരന്തരമായ പ്രവർത്തനമായിരിക്കും സഭയെ മുന്നോട്ട് നയിക്കുന്നത്. So at that time, the 5 families which I am talking about, they will be the people who will be praying for and bringing the church forward. ഹല്ലേലൂയ. 5 ഫാമിലി ആരാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയുക ഒരു 5 ഫാമിലി എങ്കിലും ഉണ്ടെങ്കിൽ. So I'm just saying that I'm not sure what 5 families it the count. I'm just telling you. ആത്മാവിൽ വളർച്ച നേടുന്ന ഒരു 5 ഫാമിലി. The families who will grow in the spirit of God. സകലത്തെയും പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിയുന്ന 5 ഫാമിലി. To forgive, to forgive everything. That kind of families. ഹല്ലേലൂയ. ചിലതൊക്കെ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കാത്ത, ദേഷ്യപ്പെടാത്ത, പിണങ്ങാത്ത 5 ഫാമിലി. Sometimes I was not told. People were becoming sad because I was not told. It doesn't matter for those families. അയ്യോ, എന്നോടായിരുന്നല്ലോ ആദ്യമേ പറയേണ്ടത്, പക്ഷെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പരിതപിക്കാത്ത 5 ഫാമിലി. Sometimes we feel that they did not inform me. I should have been informed first. That complaint, not having those complaints, those 5 families. എന്ന് പറഞ്ഞ കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്ന കുറെ ഫാമിലീസ് ഇതിനകത്ത് വേണം. I would like to say that the families which are having the grace of God, filled with the grace of God. നമ്മൾ എല്ലാ സഭയും പോലെ അല്ല കേട്ടോ. We are not like other churches. ഹല്ലേലൂയ. എല്ലാ സഭയിലും ഈ പറയുന്ന കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിരിക്കും. The other churches might be having all these problems, all these murmurings in their church. അയ്യോ, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന കംപ്ലൈന്റ് ഉള്ള ഒത്തിരി സഭകൾ കാണുമായിരിക്കും. I was not told. Such complaints might be having in other churches also. എന്നോട് പറയാത്തതിന് സ്വോത്രം എന്ന് പറയുന്ന ഒരു 5 ഫാമിലി ഇതിനകത്ത് വേണം. So even if I am not told, they should praise God. Those kind of families we need. 3-4 പേര് കൂടി ബാർബക്യൂ നടത്തി, അന്നേരം നിങ്ങൾ ചിലരെ വിളിച്ചില്ല, അതിന് പരിതപിക്കുന്നവരായിരിക്കരുത് സഭയിലുള്ളവർ. If we are doing some barbecues at our home and I was not called, we should not be complaining about that. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാവരുടെയും കുറവുകൾ കണ്ടിട്ട് സ്തോത്രം 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 അതിനെ നമ്മൾ കവർ ചെയ്യാന്ന് പറയാം അല്ലേ. സ്നേഹം ഉണ്ടെങ്കിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്.
We should cover everyone's weaknesses. We should cover the love Amen. covers of everyone's weaknesses. Praise അങ്ങനെ സഭ വളരാനിടയായി തരട്ടെ. the church should grow like that. നമ്മുടെ ഗ്രൂപ്പിനകത്തിലേക്ക് ആരെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 5 ഫാമിലി സകലതും ത്യജിക്കാൻ തയ്യാറായ 5 ഫാമിലിയെ കണ്ടിട്ടായിരിക്കും. If somebody would like to join our church, they should see these families who are able to deny all these things. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എല്ലാവരുടെയും കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേട്ടിട്ടും ഒരു വാക്ക് പോലും മറുപടി പറയാതെ ആമേൻ നിൽക്കുന്നവരെ കണ്ടിട്ടായിരിക്കും സഭയിലേക്ക് ആൾക്കാർ വരുന്നത്. After hearing all the complaints, after hearing all the bad things about, but still these families are staying strong, the people should see and come to this church. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ത്യജിക്കുന്നത് നിങ്ങളുടെ അഭിമാനമായിരിക്കാം, ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനമാനങ്ങളായിരിക്കാം, ഒത്തിരി നിങ്ങൾ ത്യജിക്കുന്നുണ്ടായിരിക്കും. ഇതിനെല്ലാം പ്രതിഫലം കർത്താവ് തരുന്നു. Maybe you might be denying your positions, your status, everything, but God will give you the reward. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ക്രിസ്തുവിൽ വളരാനിടയായി തരട്ടെ. Children of God, let's grow in the love of Christ. Praise the Lord. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. Praise the Lord. ബാസിലിലും ഞാൻ സമാനമായ വചനം സംസാരിക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. In Basilan also, I would like to preach this peaceful message. അതുകൊണ്ട് നിങ്ങളെ നോക്കി ആൾക്കാർ സഭയ്ക്കകത്തിൽ ഞാൻ എന്നെയും കൂടെ കൂട്ടാമോ എന്ന് ചോദിച്ചുകൊണ്ട് വരണം. പ്രൈസ് ദി ലോർഡ്. The people should tell you that can you include me also? Praise the Lord. നിങ്ങളിൽ വഴക്കില്ലാത്തവരെ കാണുന്നുണ്ട് എല്ലാവർക്കും സന്തോഷം. അയ്യോ എനിക്ക് കൂടി ഇവരുടെ കൂടെ കൂടിയാ കൊള്ളായിരുന്നു, എന്ത് സമാധാനം അല്ലേ. When you are not having any fights between each other, the people should see you and come to this church. Praise the Lord. അല്ല, സമാധാനമുള്ള 3 പേര് മറുരൂപമലയിൽ ഇറങ്ങി വന്നപ്പോൾ പത്രോസിനും യോഹനാനും യാക്കോബിനും തോന്നിയതുപോലെ നമുക്ക് ഇവിടെ അങ്ങ് താമസിച്ച് കളയാമെന്ന് പറയും. When the people came down on the mountain, the 3 people came down on the mountain with the peace. Peter was saying that let's stay here itself. അതുകൊണ്ട് നമ്മളെ കണ്ടിട്ട് ആമേൻ നമ്മുടെ കൂടെ താമസിക്കാൻ ആൾക്കാർക്ക് തോന്നണം. By seeing us, people should feel that we should stay together. അല്ല, ഈ 1-ാം ക്ലാസ്സിലെ പിള്ളേരുടെ കൂട്ട് എന്നെ ഞോണ്ടി, എന്നെ കടിച്ചു, എന്നെ തൊട്ടു, എന്നോട് പറഞ്ഞില്ല, എന്നോട് മിണ്ടിയില്ല, എന്നോട് ആദ്യമേ പറഞ്ഞില്ല, എന്നോട് പ്രാർത്ഥിക്കാൻ എന്നോടായിരുന്നല്ലോ പറയേണ്ടിയത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും നിലവിളിച്ചിരിക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി ആരും വരത്തില്ല സഭയ്ക്കകത്തിൽ. It's like small children, those who are going to first class and all, they complain, right? They did not tell me, they did not tell me to pray. I should have been informed first. We should not be having those complaints in our life. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം നിങ്ങൾക്ക് മെസ്സേജ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? Are you able to understand the message? 2026 നിങ്ങൾ ക്രിസ്തുവിനെ പോലുള്ളവരായിരിക്കണം. In 2026 we should be like Christ. ഹല്ലേലൂയ. ഏത് പരിഹാസം വന്നാലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തക്കതുപോലെ ഒരു റെസിസ്റ്റൻസ് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കണം. We should be always resist all the problems which is coming towards us. We should be a resistance. കംപ്ലൈന്റ് ഇല്ലാത്തവരായിരിക്കണം ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവരും. We should not be having any complaints in our life. ഇപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ കംപ്ലൈന്റിനെ എല്ലാം ശാസിക്കണം. ആ ദുർഭൂതം നമ്മളിൽ നിന്ന് പോകണം. If you have those complaints in your life, pray and have fasting and let that complaint go away. 1 പത്രോസ് 2-ാം അധ്യായം. 1 Peter 2nd chapter. 1 പത്രോസ് 2-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ. അവിടെ പത്രോസ് തൻ്റെ ഗുരുവായിരുന്ന യേശുവിനെ അനുകരിച്ചിട്ട് താൻ ലേഖനം എഴുതുക. There Peter is following Jesus and writing those epistles. ഹല്ലേലൂയ. Hallelujah. ആ കർത്താവ് ഇതുപോലെയാണ് ഉപമകളുമൊക്കെ പറഞ്ഞാണ് ശുശ്രൂഷിച്ചത്. അപ്പൊ അതേ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റൈൽ, ആ ഒരു എന്താ പറയുന്നത് മെത്തഡോളജി, കോൺവെർസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ആ മെത്തഡോളജി താനും സ്വീകരിക്കുക. So Jesus also used various parables in his life, and using the parables he used to speak, and Peter is also following the same kind of style. If you read the first 2 words, it's a similar style as Jesus. ഹല്ലേലൂയ. അപ്പം ഈ ബേബീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും
പേരൻസിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്നത് നമ്മുടെ കൊച്ചുങ്ങളെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റും. Yeah, so newborn babes, where here it is written, they are always dependent on the parents. We have so many newborn babes here. ഹല്ലേലൂയ. അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം എന്തുവാ? What is needed for their growth? പാലല്ലേ? മായമില്ലാത്ത അമ്മയുടെ ആ മിൽക്കാണ് അവരെ പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി ഒക്കെ നൽകി പെട്ടെന്ന് വളർത്തുന്നത്. They desire the pure milk, which may help them to grow very quickly. ഇതിനകത്ത് കോവിഡ് ബേബീസ് ഉണ്ടോ? കോവിഡിൽ ഉണ്ടായ ബേബീസ്, അത് നമുക്ക് കോവിഡ് ബേബീസ് എന്ന് വിളിക്കാം. Do we have any COVID babies? ജിച്ചു ഒക്കെ ആയിരുന്നോ? Kids. മീക്കോ ഉണ്ടായിരുന്നു. Kids who are born during പല the പല COVID കുഞ്ഞുങ്ങളുണ്ട്. days. ചില കുഞ്ഞുങ്ങളൊക്കെ അന്ന് ഈ കോവിഡ് ടൈമിലാണ് ജനിച്ചത്. Some kids were born during the COVID times. നമ്മളെല്ലാം പോയി 2-3 ഇഞ്ചക്ഷൻ പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തവരാ. We all took the 1 or 2 or 3 dose of injections for COVID. പക്ഷെ ഒരു കുഞ്ഞിന് പോലും അങ്ങനെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വല്ല ഉണ്ടായിരുന്നോ? അങ്ങനെ വല്ല പ്രൊസീജിയർ ഉണ്ടായിരുന്നോ? But the small babies, they did not give any injections for them. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അങ്ങനെ മരിച്ചു പോയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Any kids died because of COVID? Do you remember? എന്നാൽ ഇഷ്ടംപോലെ വലിയ മനുഷ്യരെല്ലാം മരിച്ചു പോയി. But if you see very old people or the big people, many died during the COVID days. അപ്പൊ ഈ അമ്മയുടെ മിൽക്ക് എന്ന് പറയുന്നത് അതിനൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവർ. So the milk of a mother is very immune. It has very immunity. ഈ വചനം എന്ന് പറയുന്നത് നല്ല ഇമ്മ്യൂണിറ്റി തരുന്നത്, നമ്മളെ പെടുത്തിക്കളയത്തില്ല. ആരെങ്കിലും വന്ന് ഇച്ചിരൂടെ ചൊറിഞ്ഞോ എന്നും പറഞ്ഞ് അതാണ് ഈ ഒരു കരണത്തടിക്കുന്നതിന് മറ്റേതൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു ടൈപ്പ് ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കും. So the word of God is also having similar immunity. It does not react quickly. If somebody blames or somebody says something, we would encourage him to blame more. So it does not have a revenge. റിട്ടാലിയേഷനും ഒന്നും ഉണ്ടാവത്തില്ല. There is no retaliation. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ അപാരമായ ഈ നിന്ദയും പരിഹാസവും അതിനൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും നമുക്ക്. There is immunity for the teasing or blaming. റിജക്ഷൻ, അപാരമായ റിജക്ഷൻ ഇല്ലേ? ആ റിജക്ഷനിൽ ഭയങ്കര ഇമ്മ്യൂണിറ്റി ആയിരിക്കും ദൈവം. It has the immunity power for the rejection. Praise the Lord. Hallelujah. Praise the Lord. അപ്പൊ ഈ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. So we should always drink the pure milk of the word. അതിൽ കൂടെ ഒഴിവാകുന്നതാണ് സകല ദുഷ്ടതയും നമ്മളിൽ നിന്ന് പോകും. So when you have this milk, all the evil things will go away from your life. സകല ചതിവ് നമ്മളിൽ നിന്ന് മാറിപ്പോകും. All deceit, വ്യാജഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോകും. evil speaking. 2 Peter chapter 1. So it will remove all malice, all deceit, hypocrisy, envy, and all evil speaking. ഹിപ്പോക്രസി അല്ലേ? വ്യാജഭാവം. Hypocrisy, praise the Lord. നമ്മളുടെ ഈ ഒരു മൂടുപടം ഇട്ട പോലുള്ള അനുഭവം. Something which is the veil which is covering us. ചിലതൊക്കെ നമ്മൾ വിചാരിക്കുമോ ഈ കള്ളം പറഞ്ഞേക്കാം എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പച്ചക്കങ്ങ് പറഞ്ഞേക്കണം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, കള്ളമൊന്നും പറഞ്ഞ് ഒരുത്തനെ സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. Sometimes we say that, okay, I will say a lie so to be safe. God has said that there is no need to say lie. ചിലർ പറയത്തില്ലയോ, പിന്നെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നു, എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? വിളിച്ചിട്ടൊന്നും കാണത്തുമില്ല, എന്നാൽ ഇദ്ദേഹത്തിനൊരു സുഖമാകും, ഞാനെന്നാ വിളിച്ചെന്നു എന്നിനെ കരുതിയെന്ന് ആയിക്കോളും. അങ്ങനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. Sometimes people say that I have called you multiple times but you did not answer, but in reality he did not have called, but then he just teasing him. ചിലരെ വിളിക്കേണ്ടതായിരുന്നു, മറന്നുപോയി. ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും?
sometimes we forget to call people. എനിക്ക് അങ്ങനൊക്കെ മറവിയുണ്ട്. ഞാനെന്നും പറഞ്ഞുകൊണ്ട് നിന്നെ വിളിച്ചായിരുന്നു, അയ്യോ ഞാൻ പിന്നെ കിട്ടിയില്ലല്ലയോ, വല്ല റേഞ്ച് ഇല്ലാത്തടത്ത്, അങ്ങനൊന്നും ഞാൻ പറയാൻ നിൽക്കാറില്ല. So I usually forget people to call, but still I never say that I did call you. I do not lie. നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് വ്യാജഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. If the Spirit of God is with us, the hypocrisy will not be there in our life. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിലപ്പോൾ പെട്ടുപോകുമെന്ന് ഉള്ളിടത്ത് കർത്താവിൻ്റെ എസ്കേപ്പ് റൂട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നൽകും. If you are stuck, you don't have to lie, but God will deliver you from that situation. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. As newborn babes desire the pure milk of the Lord. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. You have tasted that Lord is gracious. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനം അത് തന്നെയായിരുന്നു അല്ലേ? കർത്താവ് ദയാലുവാണ്. We read the Psalms also. God is merciful. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവരുടെ അടുത്ത് സമീപസ്ഥനായിട്ട് അവൻ വരും. He will come to close when somebody calls him. ഹല്ലേലൂയ. അടുത്തൊരു അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഉപമയാണ് 1 പത്രോസ് 2:11. The another parable the Peter has used is 1 Peter 2:11. സ്ട്രേഞ്ചർ ആൻഡ് പിൽഗ്രിം അല്ലേ? പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ഈ പരദേശികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പിൽഗ്രിം നടത്തുന്നവർ, അങ്ങനെയുള്ളവർ ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, അവരിങ്ങനെ യാത്രയിലായിരിക്കും. So the pilgrims people they don't stay in one location, they keep on traveling. ഹല്ലേലൂയ. അവർക്ക് എർത്തലി ആയിട്ടുള്ള ചില അറ്റാച്ച്മെന്റ്സ് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ നാടോടികളെ നമ്മൾ കാണാറുണ്ടല്ലോ, ഇവിടുത്തെ അവരെന്താ പറയുന്നത്, ജിപ്സീസ്. Yeah, so they don't have they don't have desires on the earthly things. They keep on moving. അവർക്ക് പ്രത്യേകിച്ച് വീടോ ഒന്നുമില്ല. വേണമെങ്കിൽ അവർ കാറിനകത്ത് കിടക്കും, അല്ലെങ്കിൽ ടെന്റ് ഉണ്ടാക്കി അതിനകത്ത് കിടക്കും. They do not have any houses. They might be having temporary house in their car or any tent. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. Abstain from fleshly lust which war against the soul, having your conduct honorable among the Gentiles, that when they speak against you as evildoers, they may by your good works which they observe glorify God in the day of visitation. ഹല്ലേലൂയ. നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, നല്ല പ്രവർത്തികൾ, by observing your good works. നമ്മുടെ നല്ല പ്രവർത്തികൾ എന്താണെന്ന് നമുക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ കഴിയുമോ? Can we if we are asked to list down our good works, is there anything in that list? നിങ്ങൾ മുഖം വീർപ്പിച്ച് നടന്നാൽ നിങ്ങളുടെ അടുത്ത് ആരും വന്ന് സംസാരിക്കത്തില്ല. If you are upset and if you roam around here, no one will come and speak to you. നിങ്ങൾ കർത്താവിൻ്റെ സഭയെ ദുർബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. You are making the church of God as a weak church. നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് ആരും സഭയിലോട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരത്തില്ല. By seeing your these works, no one will come to your church. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. By your good works which they observe, and then they glorify God in the day of the visitation. ഹല്ലേലൂയ. നമ്മുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് കർത്താവിന് ഒത്തിരി ആഗ്രഹമുണ്ട്. God desires our works to be good. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കണമെന്ന് കർത്താവിന് ഒത്തിരി നിർബന്ധമുണ്ട്. Our attitude should be good. God wants that. ഒരു ദൈവ പൈതലിനെ കണ്ടാൽ അവനിൽ അപാരമായ സൗമ്യതയും സ്നേഹവും ഒക്കെ തുളുമ്പുന്നത് മനുഷ്യർ കാണണം. If God sees a child of God,
he should have the humility, he should have that good works in his life. വേറൊരു ഉപമ കർത്താവിൻ്റെ ദാസൻ 1 പത്രോസ് 2:5 നമ്മൾ കാണുന്നുണ്ട്. One more parable Peter is talking about in 1 Peter 2:5. ഹല്ലേലൂയ. ആർക്കെങ്കിലും അത് വായിക്കാമോ? മനുഷ്യർ തള്ളിയതെങ്കിലും 4 തൊട്ട്. ആ ആ ആ ആ ആ ആ ആ ആ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തൊരു ഭയങ്കര പണിയിലാണ് നമ്മളെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? So God has given us some work. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യർ തള്ളിയതെങ്കിലും കർത്താവിനെ മനുഷ്യർ തള്ളിയതല്ലേ? സകലരാലും തള്ളപ്പെട്ടു. He was rejected by men. സ്വന്തം ശിഷ്യന്മാർ തള്ളിയില്ലയോ? Even the disciples rejected him. എല്ലാവരാലും തള്ളപ്പെട്ടു. Everyone rejected him. മനുഷ്യർ തള്ളിയെങ്കിലും അപ്പം നമ്മൾ ഈ തള്ളപ്പെടാനായിട്ടും ഒക്കെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ വിശ്വാസി എന്നൊക്കെ പറയുന്നത്. The service which we do is such a service that we will be rejected by other people. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ഒത്തിരി ഒത്തിരി അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. There are so many word of God related to that. ലോകം നിങ്ങളെ പകയ്ക്കും എന്ന് പറയുന്നുണ്ട്. The world will deny you. എന്താണെന്ന് വെച്ചാൽ കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ട്. That doesn't mean കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കും. yeah, because we worship God, the world will deny you. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാവരാലും തള്ളിയ കല്ല്. പ്രൈസ് ദി ലോർഡ്. The stone which was rejected by everyone. ആമേൻ. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. Coming to him as to a living stone, rejected indeed by men, but chosen by God and precious, you also, as living stones, are being built up a spiritual house, a holy priesthood, to offer spiritual sacrifices acceptable to God through Jesus Christ. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. എനിക്ക് അതിനകത്ത് ഒത്തിരി വിശദീകരിക്കണമെന്നൊക്കെ ഉണ്ട്. ഞാനതിന് അധികം സമയം എടുക്കുന്നില്ല. Let us submit before God. I wanted to describe more, but വലിയൊരു I am not taking much പ്രോസസ്സിൽ time. നമ്മളെ ഏർപ്പെടുത്തി വെട്ടി ഒരുക്കി കർത്താവ് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് കയറ്റി വെച്ചേക്കുന്നത്. God has done a lot of process in our life. He has made that stone perfect and he brought up in the holy place. എല്ലാവരാലും തള്ളപ്പെട്ടു പോയവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. We all were denied or rejected by other people. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കയറ്റി വെച്ചിരിക്കുന്ന സ്ഥലം മാന്യമായ സ്ഥലമാണ്. God has lifted you and kept it the place which is very respectful place. നീ എന്ന് പറയുന്ന ഈ ദേവാലയത്തിൽ ഒത്തിരി ആമേൻ കർത്താവിന് വിശുദ്ധനായ ദൈവത്തിന് ആരാധന പൊങ്ങേണ്ട സ്ഥലമാണത്. You is a place where the worship of God should take place. അവിടെ നിന്ന് അനാവശ്യമായ വർത്തമാനങ്ങളോ സ്വരങ്ങളോ അല്ല പൊങ്ങി വരേണ്ടത്. There should not be unnecessary talks or unnecessary thinkings coming out of in your life. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless you all with these words. Praise the കുഞ്ഞുങ്ങൾ Lord. മുമ്പോട്ട് വരാം. അവർ പഠിച്ച വാക്യങ്ങൾ പറയും. പ്രൈസ് ദി ലോർഡ്. Hallelujah. Praise Jesus. Nanda gave place to devil. Numbers 14 verse 24. But my servant Caleb, because he had no spirit with him, he's like a tree planted beside streams of water that
bears its fruit in season, and whose leaf does not wither. Whatever he does prospers. Psalms 27 verse 3. Though an army besiege me, my heart will not fear. Though a war break out against me, then I'll be confident. Do not love the world or the things in the world, for if anyone loves the world, the love of the Father is not on him. For all that is in the world is not of the Father, but of the world. The lust of the flesh, the lust of eyes, and the pride of life is not of the Father, but of the world. And the world is passing away, and the lust of it. But he who does the will of God abides forever. 1 John 2, verse 15 to 17. He that sits in the heavens shall laugh, and the Lord shall have them in derision. Then shall he speak unto them in his wrath, and distress them in his great displeasure. I praise you, O Lord. With my whole heart. My son, if sinners, and I too did not consent. Praise the Lord. Praise the Lord. Praise the Lord from the heaven. Praise him in the high. Psalms 20 verse 1 and 2. May the Lord answer in the day of trouble, and may the name of the Lord of Jacob defend you. Proverbs chapter 14 verses 22. Do they not go astray, those who devise evil, but mercy and truth belong to those who devise good. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിനു ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ നല്ല വചനങ്ങളെ എൻ്റെ പിതാവ് കേൾപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവെ. ഓരോ ദിവസവും അത്ഭുതകരവും അതിശയകരവുമായ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും നടത്തുന്നതിനായി നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങൾക്ക് മുമ്പിൽ കർത്താവ് തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ ദൈവകൃപയെ വളർന്നു വരുവാൻ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവെ ആയിത്തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായ കർത്താവെ ഓരോ കുഞ്ഞുങ്ങളുമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ വചനത്തിൽ നിലനിൽപ്പാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ കർത്താവെ. കർത്താവെ ഈ ലോകത്തിൽ അവർ എവിടെയായിരുന്നാലും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന കുഞ്ഞുങ്ങളാകുവാൻ കർത്താവിന് വേണ്ടി ശോഭിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ മാതാപിതാക്കൾക്ക് ഒരു ദേശത്തിന് കർത്താവെ ദൈവസഭയ്ക്ക് അവർ അനുഗ്രഹമായി തീരുന്നതിനായി നന്ദി പറയുന്ന കർത്താവെ. അപ്പം മാതാപിതാക്കളുടെ ദൈവനാമം കർത്താവെ തല ഉയർത്തിപ്പിടിക്കുന്നവരായി തീരുവാൻ കർത്താവെ അവരായിരിക്കുന്ന സ്കൂൾ തലങ്ങളിൽ കർത്താവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ കർത്താവെ. ദൈവകൃപയിൽ ജീവിപ്പാൻ കർത്താവരെ സഹായിക്കണമേ കർത്താവെ. അപ്പം ഞങ്ങൾക്ക് അവരെ കാണുന്നതിനും വളർത്തുന്നതിനും ഒക്കെ കർത്താവെ ഒരു പരിമിതികളുണ്ട് കർത്താവെ. എന്നാൽ കർത്താവെ എല്ലാം അറിയുന്നൊരു പിതാവ് ഞങ്ങൾക്കുള്ളതിനായി നന്ദി പറയുന്ന കർത്താവെ. അപ്പം ഞങ്ങൾക്കൊന്നും കൊടുപ്പാൻ കഴിവില്ല കർത്താവെ. ഞങ്ങൾക്ക് അവരെ വളർത്തുവാൻ കഴിവില്ല കർത്താവെ. അപ്പൻ്റെ ചിറകിൻ്റെ മറവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനായി നന്ദി പറയുന്ന അപ്പ. അങ്ങയുടെ ചിറകിൻ്റെ മറവ് ഞങ്ങളെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നതിനായി നന്ദി പറയുന്ന അപ്പ. അങ്ങയുടെ കൃപയില്ലെങ്കിൽ ഒന്നിനും കഴിയില്ലപ്പാ. അങ്ങയുടെ കൃപയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഒന്നിനും കഴിവില്ലപ്പാ. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ കർത്താവെ. അപ്പം ഈ ലോകത്ത് ജീവിപ്പാൻ വേണ്ടുന്ന കൃപ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ കർത്താവെ. അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകുവാനിടയാകല്ലേ. അങ്ങയുടെ നാമം വിട്ടു പോകുവാനിടയാക്കല്ലേ കർത്താവെ. ഒരു ചെറു പ്രായം മുതൽ അങ്ങയുടെ വാത്സല്യം അറിഞ്ഞ് ജീവിപ്പാൻ അങ്ങയുടെ കൃപ അറിഞ്ഞ് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പനോട് പറ്റിയിരുന്ന് വളരുവാൻ അപ്പൻ്റെ
അപ്പൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ അവരെ സഹായിക്കണമേ അപ്പാ. അപ്പൻ്റെ ഹിതപ്രകാരമായി തീരുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും എൻ്റെ പിതാവിടെയാക്കണം. അവരുടെ മാതാപിതാക്കൾക്ക് അവരൊരു അനുഗ്രഹമായിരിക്കണം, അവരുടെ സഭയ്ക്ക് അവരൊരു അനുഗ്രഹമായിരിക്കണമേ കർത്താവേ. അവരുടെ സ്കൂൾ തലങ്ങളിൽ അവരൊരു അനുഗ്രഹമായിരിക്കണമേ കർത്താവേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുവാൻ ഇടയാക്കണമേ കർത്താവേ. അപ്പൻ്റെ തൃക്കരങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ വഴി പൊതിയുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടണമേ കർത്താവേ. അപ്പാ അങ്ങയുടെ തൃക്കരങ്ങളിൽ പൊതിയണമേ അപ്പാ. ഞങ്ങൾക്കൊന്നും അറിയില്ലപ്പാ, ഞങ്ങൾക്കൊന്നും അറിയില്ലപ്പാ. അവരെ അങ്ങയുടെ ചെറുകിൻ്റെ മറവ് മറയ്ക്കണേ അപ്പാ. അപ്പാ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അല്പസമയം തിരുസല്ലായിരിക്കാൻ തന്ന കൃപയ്ക്കായി നന്ദി. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ മറയ്ക്കണേ. എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും കർത്താവേ, എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ കർത്താവേ. പ്രാർത്ഥന യാചനയും കേട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുങ്ങൾക്ക് ദാസാൽപ്പരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുന്നേറ്റ് സഭയിൽ എന്തെങ്കിലും സാക്ഷ്യമായിട്ടോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള സമയമുണ്ട്. നിബടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. Jesus. Amen. Praise the Lord. നമ്മുടെ
പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദീപക് ബ്രദർ ഇപ്പോൾ പ്രാർത്ഥന നമ്മൾ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തമ്പുരാനെ ഹല്ലേലൂയ. ഈ 2026 കർത്താവെ സഭയായിട്ട് ഒരുമിച്ച് കൂടി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഞങ്ങളുടെ ആയുസ്സിനെ പരിപാലിച്ച് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ മഹാദയക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ ആണ്ട് മുഴുവൻ ഞങ്ങളെ കർത്താവെ നിന്റെ ചിറകിൻ്റെ മറവിൽ പരിപാലിച്ച് നീ സൂക്ഷിച്ച് നടത്തുകയായിരുന്നല്ലോ കർത്താവെ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ ഒടുക്കം വരെയും ഞാൻ അതിനോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ അതിനെ വിടുവിക്കുന്ന ദൈവമാണ് എന്ന് ഹല്ലേലൂയ അരുളി ചെയ്തിരിക്കുന്ന ഒരു ദൈവമേ. ആണ്ടിൻ്റെ കണക്കിനനുസരിച്ച് ഞങ്ങൾക്ക് പകരം തരുന്നതിനായ ദൈവമേ. ഹല്ലേലൂയ. വെട്ടിലും പച്ചപ്പുഴവും തുള്ളനും തിന്നു തീർത്ത സംവത്സരങ്ങൾക്ക് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്ന പകരം തരുന്ന ദൈവമാണെന്ന് പറഞ്ഞ ദൈവമേ, ആണ്ടിന്റെ കണക്കിനനുസരിച്ച് ഞങ്ങളോട് ഹല്ലേലൂയ പ്രതികരിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, മാനിക്കുന്ന ദൈവമേ. ഈ ആണ്ടിന്റെ ആരംഭം കർത്താവെ, ഈ ആദ്യത്തെ ഹല്ലേലൂയ കർത്തൃപകലിൽ തന്നെ കർത്താവെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും അവന്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാനും അവന്റെ ദയ ഞങ്ങളിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല. അവൻ ദയയും കരുണയും മഹാദയയും ദീർഘക്ഷമയും ഉള്ളവനാണെന്ന് കർത്താവേ ഹല്ലേലൂയ ഒരിക്കൽ കൂടി അനുഭവിക്കുവാനും അവന്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാണെന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഉറപ്പിച്ച ദൈവത്തിന്റെ മഹാദയക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ഒരാണ്ട് കർത്താവേ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒരുക്കുന്ന ആണ്ടാണല്ലോ കർത്താവേ. ഈ രാജ്യത്വം വിളങ്ങുന്ന ഒരാണ്ടാണല്ലോ കർത്താവേ. ദൈവരാജ്യത്തെ കാംക്ഷിക്കുന്ന ഒരാണ്ടാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നുവെന്ന് നിന്റെ വചനം പറയുന്നുവെങ്കിൽ ഈ ഒരാണ്ടിൽ ഞങ്ങൾ ബലാത്കാരം ചെയ്യുവാൻ, നിന്റെ രാജ്യത്തെ ബലാത്കാരം ചെയ്യുവാൻ, രാജ്യത്തിന്റെ നന്മയെ പ്രാപിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ ഒരുങ്ങി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പുറപ്പെടുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇത് ജീവനുള്ള രാജ്യത്വമാണ്, ഇത് വികസിക്കുന്ന രാജ്യത്വമാണ്. ഒരു സ്ത്രീ ഹല്ലേലൂയ പുളിച്ച മാവ് 3 പറ അരിയോട് ചേർക്കുമ്പോൾ ഹല്ലേലൂയ അത് പുളിച്ചു വരുന്നത് പോലെ, ഒരു കടുകുമണി അത് നിലത്ത് വീണ് അത് വളർന്നൊരു മരമാവുന്നത് പോലെ ഹല്ലേലൂയ ഇത് വികസിക്കുന്നതാണ്, ഇത് വളരുന്നതാണ്. ഇത് ഞങ്ങളെ ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ അത്യധികം കർത്താവെ പോഷിപ്പിക്കുന്നതാണല്ലോ. ഈ രാജ്യത്തിനായി ഞങ്ങൾ ഒരുക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനെ, ദൈവദാസനെ പ്രത്യേകമായി ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അളവില്ലാത്ത ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം കർത്താവെ. ഒരു പ്രത്യേകമായ ഉദ്യമത്തോടു കൂടി ഈ ആണ്ടിൽ സഭയെ നയിക്കുവാനായിട്ട് ഹല്ലേലൂയ ദൈവമേ ഒരു വലിയ വിശേഷത ഏറെ ആത്മീക അനുഭവങ്ങൾ കർത്താവ് ഈ ആണ്ടിൽ ഞങ്ങളുടെ സഭ പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് പകൽ കേൾപ്പിച്ച എല്ലാ ദൈവിക വചനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അടുത്തൊരാഴ്ച ഈ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുന്നു കർത്താവെ. അവരോട് കൂടെ നീ ഇരിക്കുമാറാകണം കർത്താവെ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കാതെ വണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ മറപിടിച്ച് കാക്കുമാറാകണേ കർത്താവെ. കാലാവസ്ഥയുടെ ഒരു പ്രതികൂലങ്ങൾ ആരെയും ബാധിക്കാതെ വണ്ണം കർത്താവെ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കണേ കർത്താവെ. ഞങ്ങളിൽ കർത്താവെ വാഹനവുമായി പുറത്തു പോകുന്നവര്, ജോലിക്കായി പോകുന്നവര്, ആശുപത്രിയിൽ പോകുന്നവര് ഒക്കെയുണ്ട് കർത്താവ്. ഭവനത്തിലായിരിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരോടും കൂടെ നിന്റെ കൃപ കൂടിയിരിക്കണം. ഗർഭവതികളായ യുവതികൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ബലപ്പെടുത്തണം കർത്താവെ. നീ നിലനിർത്തണം കർത്താവെ. സഹായിക്കണം, ബലപ്പെടുത്തണം. ഹാളിൽ അങ്ങേ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കരുണയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നീനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നീനക്കാമേൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നതയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴുതുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലോലോചന സഹകരണം നാം ഓർത്ത് പ്രവർത്തിച്ച എല്ലാ വിഷയത്തിലും നാവലോട് മേലും പ്രദേശങ്ങളുടെ മേലകളുടെ മേലും ഇപ്പോഴും എപ്പോഴും തന്നെ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട ദൈവജാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.